നമസ്കാരം. കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു യുഗത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അത്രമാത്രം ഉപയോഗപ്രദമായ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. BC 10 അബാക്കസ് കണ്ടുപിടിച്ചതോടുകൂടിയാണ് കമ്പ്യൂട്ടിങ്ങിന്റെ ചരിത്രം തുടങ്ങുന്നത്. 1623 വില്യം ഷിക്കാർഡ് ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചു. ഇതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കമ്പ്യൂട്ടിംഗ് യുഗത്തിന്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1642 ഫ്രഞ്ചുകാരനായ ബ്ലെയ്സ് പാസ്കലിന്റെ കാൽക്കുലേറ്റിംഗ് യന്ത്രമായ പാസ്കലിൻ രംഗത്ത് വന്നു. 1822 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ ചാൾസ് ബാബേജ് ഡിഫറൻസ് എഞ്ചിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. ഗണിതക്രിയകൾ നിർവഹിക്കാനും അവയുടെ ഫലങ്ങൾ പ്രിന്റ് ചെയ്യാനും ഈ എഞ്ചിന് സാധിക്കുമായിരുന്നു. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് ചാൾസ് ബാബേജ് അറിയപ്പെടുന്നു. 1832-33 കാലഘട്ടമായപ്പോഴേക്കും ചാൾസ് ബാബേജ് അനലിറ്റിക് എഞ്ചിൻ എന്ന കൂടുതൽ മികച്ച യന്ത്രത്തിന്റെ രൂപരേഖ തയ്യാറാക്കി. പിൽക്കാലത്ത് ബാബേജിന്റെ ശിഷ്യനായ അഗസ്റ്റ അഡാക്കിംഗ് ബാബേജിന്റെ ആശയങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി അവർ അറിയപ്പെടുന്നു. ബാബേജിന്റെ സമകാലികനായിരുന്ന അമേരിക്കക്കാരൻ ഹെർമൻ ഹോളറിത്ത് പഞ്ച് കാർഡ് ഉപയോഗിച്ച് ഹോളറിത്ത് ടാബുലേറ്റർ നിർമ്മിച്ചു. 1880-90കളിലായിരുന്നു അത്. ആധുനിക കമ്പ്യൂട്ടിംഗ് വിദ്യ ആദ്യമായി പ്രവൃത്തി പദത്തിലേക്ക് എത്തിയത് ഹോളറിത്തിന്റെ ടാബുലേറ്റിംഗ് മെഷീനിലൂടെയായിരുന്നു. പിൽക്കാലത്ത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ IBM എന്ന പേരിൽ പ്രശസ്തമായ കമ്പനിക്ക് തുടക്കം കുറിച്ചത് ഹെർമൻ ഹോളറിത്ത് ആണ്. ആറ്റനോസഫ് ബെറി കമ്പ്യൂട്ടർ, Z3, കൊളോസോസ്റ്റ്, എഡ്വാക്, എനിയാക്, യുനിവാക് എന്നിവയെല്ലാം ഒന്നാം തലമുറയിലെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുകളായി കണക്കാക്കപ്പെടുന്നു. ടെലിഫോൺ റിലേ അടിസ്ഥാനമായി പ്രവർത്തിച്ച Z3 ആണ് ആദ്യത്തെ പ്രോഗ്രാം നിയന്ത്രിത കമ്പ്യൂട്ടറായി കണക്കാക്കപ്പെടുന്നത്. 1946 അമേരിക്കക്കാരായ ജോൺ W മോക്ലിയും ജോൺ പ്രസ്പർ എക്കറും എന്നിവർ ചേർന്ന് ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടറായ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടറിന് ജന്മം നൽകി. 1955 കാലഘട്ടത്തിൽ AT&T ബെൽ ലബോറട്ടറീസ് നിർമ്മിച്ച ട്രാൻസിസ്റ്റർ ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് പൂർണ്ണമായും ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ. 1958 ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് വികസിപ്പിച്ചത്. ടെക്സാസ് ഇൻസ്ട്രുമെന്റിലെ ജാക്ക് ഹിൽബി ആയിരുന്നു ഇതിന്റെ പിന്നിലുള്ളത്. ആദ്യത്തെ വീഡിയോ ഗെയിം സ്പേസ് വാർ 1962 വന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മാണത്തിൽ വിദഗ്ധനായ സീമോർ ക്രൈൻ 1964 CDC 6000 എന്ന സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചു. സെക്കൻഡിൽ 30 ലക്ഷത്തോളം നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധ്യമായ കമ്പ്യൂട്ടർ ആയിരുന്നു അത്. സീമോർ ക്രൈൻ സൂപ്പർ കമ്പ്യൂട്ടിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 1971 ഫ്ലോപ്പി ഡിസ്കുകൾ രംഗത്ത് വന്നു. 8 ഇഞ്ച് വലിപ്പമായിരുന്നു അന്ന് ഈ ഡിസ്കുകൾക്ക്. IBM ശാസ്ത്രജ്ഞരാണ് ഇത് കണ്ടുപിടിച്ചത്. 1971 ആയപ്പോഴേക്കും മൈക്രോ പ്രോസസ്സറുകൾ രംഗത്ത് വന്നു. ആയിരക്കണക്കിന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഒരു സിലിക്കൺ ചിപ്പിൽ ഉൾക്കൊള്ളിച്ച മൈക്രോ ചിപ്പാണ് മൈക്രോ പ്രോസസ്സർ. ഇന്റൽ 4004 ആയിരുന്നു ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ. ലോകത്തെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടറായ ഓസ്ബോൺ 1 1981 പുറത്തിറങ്ങി. ആദം ഓസ്ബോൺ ആയിരുന്നു ഈ കമ്പ്യൂട്ടർ പുറത്തിറക്കിയ വ്യക്തി. 1981 IBM അവരുടെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ പുറത്തിറക്കി. ലോകമാകെ പിൽക്കാലത്ത് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ പ്രചാരത്തിലാകാൻ സഹായകമായത് ഈ കമ്പ്യൂട്ടർ കാരണമായിരുന്നു. 1981 സോണി ആദ്യത്തെ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡ്രൈവുകളും ഡിസ്കുകളും നിർമ്മിച്ചു. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ഉള്ളതുപോലെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായ ആപ്പിൾ ലിസ 1983 പുറത്തിറങ്ങി. മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ലിനക്സ്, ആപ്പിൾ മാക് OS എന്നിവയെല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. 1965 ആദ്യത്തെ മിനി കമ്പ്യൂട്ടറായ PDP-8 ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.